അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ തന്നെ പീരീഡ്സ് ആയി. അപ്പോൾ കുളിച്ചിട്ടൊക്കെയാണ് അടുക്കളയിലോട്ട് കയറിയത്. ചേട്ടൻ രാവിലെ തന്നെ ജോലിക്കും പോയി. അപ്പം പീരീഡ്സ് ടൈമിൽ എനിക്ക് ഫുഡ് അധികം ഇറങ്ങാറുമില്ല. പക്ഷേ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തലകറക്കം അങ്ങനെയൊക്കെ വരും. പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു ചായ ഇട്ടു. പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് എനിക്ക് ആകെയുള്ളൊരു കൂട്ടെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണി പൂച്ചയാണ്. ഇന്നാണെങ്കിൽ ഞാൻ ഗേറ്റ് തുറന്നിറങ്ങിയപ്പോഴത്തേക്കും പൂച്ചേനെ കണ്ടില്ല. എല്ലാ ദിവസവും ഗേറ്റ് തുറക്കുന്ന സ്വരം കേട്ട് ഉടനെ ഓടി വരുന്നതാണ്. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടൈമിൽ ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും. കഴിഞ്ഞ കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ആലോചിച്ച് എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിച്ചിങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് എന്തെങ്കിലും ആരെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കത്ത ദേഷ്യമായിരിക്കും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം ഈ പീരീഡ്സ് ടൈമിൽ കണ്ടുവരാറുണ്ട് എന്നിൽ. അങ്ങനെ ചായയും കുടിച്ച് മേളിലോട്ട് നോക്കിയപ്പോഴത്തേക്കും പച്ച പിടിച്ചൊരു മരം നിൽക്കുന്നു. ആ മരം കഴിഞ്ഞ 2 മാസം മുന്നേ തോന്നുന്നു ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മരം മൊത്തം ഉണങ്ങി, ഇല മൊത്തം വീണിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് തൂക്കുന്നത് ആ ചെടിയാണ്, ആ മരമാണ് അത്രയും ഇലയൊക്കെയായിട്ട് നിൽക്കുന്നത്. പിന്നെ കല്യാണി പൂച്ച വന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ വിരിച്ചിട്ടിട്ട് കയറാൻ നിന്നപ്പോഴത്തേക്കും നമ്മുടെ പുളിമരത്തിൽ ഒരുപാട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണമല്ലോ. അപ്പം കലക്കിച്ചുട്ടപ്പവും കിഴങ്ങറി ഉണ്ടാക്കാമെന്ന് വെച്ചു. കിഴങ്ങറി നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ കലക്കിച്ചുട്ടപ്പം എന്ന് വെച്ചാൽ ചിലർക്ക് അത് അറിയത്തില്ല. ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് കലക്കിയിട്ട് ദോശ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കും. അതാണ് സംഭവം. സിമ്പിളാണ്. അപ്പം എനിക്ക് ഒരുപാട് നിന്ന് ജോലി ചെയ്യാൻ വയ്യ. അതുകൊണ്ട് എനിക്കിതങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റത്തുമില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ 1K വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കിതിനെപ്പറ്റി അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും എനിക്കറിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അവരോട് എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് റോങ് ഇൻഫർമേഷൻ തന്ന് അതെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും അവർക്കതൊക്കെ അറിയാം. നമുക്ക് പറഞ്ഞു തരാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ ഞാനിത് സെർച്ച് ചെയ്ത് ഓരോന്നെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്. എനിക്കതിപ്പോൾ പറയണമെന്ന് തോന്നി. എനിക്ക് ആ ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം എൻ്റെ ചേട്ടൻ എന്നോട് പറയും, ഇതെല്ലാം യൂട്യൂബിലുണ്ടല്ലോ, നീ പിന്നെ എന്തിനാണ് എല്ലാവരോടും ഈ ചോദിക്കാൻ വേണ്ടി പോകുന്നത്? യൂട്യൂബിൽ തന്നെ നോക്കുന്നു പറഞ്ഞ് എനിക്ക് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് ഇത് കാണുക അത് കാണുക പറഞ്ഞു തന്ന ചേട്ടനാണ്. ഇത് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഇതും കൂടി ഒന്ന് പറയാൻ വേണ്ടി തോന്നി. അപ്പോൾ ഞാൻ കിഴങ്ങേറ് പെട്ടെന്നൊന്ന് വെക്കാൻ വേണ്ടി നോക്കുവാണേ. എനിക്കാണെങ്കിൽ നല്ലപോലെ കാലും വേദന എടുക്കുന്നുണ്ട്. ഇതൊന്ന് വെച്ച് കഴിച്ചിട്ടിരിക്കുവാണെങ്കിൽ പിന്നെ കുറച്ച് നേരത്തേക്ക് അടുക്കള കയറണ്ടല്ലോ. അതാണ് എൻ്റെ മനസ്സിൽ ഇത് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്നത്. പിന്നെ ചേട്ടനില്ലാത്തത് കൊണ്ട് ഉച്ചക്ക് ഞാൻ എന്തെങ്കിലും വല്ല പഴവോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കും. പിന്നെ പീരീഡ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കും. അപ്പം ചേട്ടൻ വരുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും ചോറും കറിയും വെക്കാമെന്നായിരുന്നു എൻ്റെ മൈൻഡിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കിഴങ്ങ് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വറുതാളിച്ച് അങ്ങനെ ഒരു സിമ്പിൾ കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത്. നമുക്ക് കഴിക്കാനല്ലേ, അപ്പം ഒരുപാട് ആഡംബരമൊന്നും വേണ്ടല്ലോ. പിന്നെ ഞാനൊരു ഹോം ടൂറൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്നവർ ഹോം ടൂർ വേണോ വേണ്ടയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെന്താ, നമ്മുടെ കിഴങ്ങറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വിശപ്പില്ലെങ്കിലും കഴിച്ചിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ അത്രയും നേരം ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്നുള്ള മൈൻഡിലിരിക്കുന്നത് കൊണ്ട് കിഴങ്ങറി റെഡിയായ ഉടനെ തന്നെ ഞാൻ അപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അതൊന്നും കൂടെ ചൂടാക്കിയിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി അങ്ങോട്ടിരുന്നു. പിന്നെ ചായ ഒന്നും തിളപ്പിക്കാൻ നിന്നില്ല, നല്ല തണുത്ത വെള്ളവും അപ്പവും. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. വിശപ്പ് എനിക്കില്ല. എനിക്ക് ഈ പീരീഡ്സ് ടൈമിൽ കഴിക്കാൻ തോന്നത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പതിയെ ഇരുന്നാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.